അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഐഷ ശ്രീമൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പഴുത്ത ചക്ക കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ചായൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണിത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്ന് നോക്കാം. ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ നന്നായിട്ട് പഴുത്ത വരിക്കച്ചക്കയുടെ 15 ചക്കച്ചുളയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ബൗളെടുത്ത് അതിലേക്ക് 2 കപ്പ് ആട്ടപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് മൈദപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഒരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. പഞ്ചസാര പൊടിച്ചെടുക്കുമ്പോൾ അതിലേക്ക് ഒരു 5 ഏലക്കയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ പഞ്ചസാര നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ചെടുത്ത പഞ്ചസാര ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. പഞ്ചസാര ഇതുപോലെ പൊടിച്ചെടുത്താൽ ചക്ക ചേർത്തതിന് ശേഷം മധുരം കുറവാണെങ്കിൽ മധുരത്തിനനുസരിച്ച് ഈ പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഞാൻ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ്. ഇനി ഒരു തേങ്ങയുടെ പകുതി ഭാഗം ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തതിന് ശേഷം ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പഞ്ചസാര പൊടിച്ചെടുത്തില്ലേ, ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെയാണ് കേട്ടോ ഞാൻ ഈ തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് ചെറുതായിട്ടൊന്ന് പൾസ് ചെയ്തെടുത്താൽ നമുക്കിത് തേങ്ങ ചിരകിയെടുത്തതുപോലെ കിട്ടും. ഇനി ഈ തേങ്ങ നമ്മൾ നേരത്തെ എടുത്തു വെച്ച മൈദപ്പൊടിയുടെയും ആട്ടപ്പൊടിയുടെയും ആ കൂട്ടുണ്ടല്ലോ, അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച ചക്കച്ചുളയിൽ നിന്നും കുരുവൊക്കെ എടുത്ത് മാറ്റിയിട്ട് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുക്കുക. ഇപ്പം ഞാൻ ഈ ചക്കച്ചുളയെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുത്ത ചക്കച്ചുള നമ്മൾ നേരത്തെ തേങ്ങ ഷ്രെഡ് ചെയ്തെടുത്തില്ലേ, ആ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അരച്ചെടുത്ത ഈ ചക്കയുടെ പേസ്റ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്തെടുത്ത പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച പഞ്ചസാരയിൽ നിന്നും ഇപ്പോൾ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം മധുരം നോക്കിയിട്ട് മധുരം കുറവാണെങ്കിൽ അതിനനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരം കല്ലും അഴുക്കൊന്നുമില്ലാത്ത ശർക്കര ഉണ്ടെങ്കിൽ അത് പൊടിച്ചെടുത്ത് ചേർത്ത് കൊടുത്താലും മതി. ഇനി നിങ്ങൾ ശർക്കര ഉരുക്കി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഇതിലേക്ക് വീണ്ടും പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടി വരും. വീണ്ടും ഇതിൽ പൊടികൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്കിതിൽ ചക്കയുടെ ഫ്ലേവർ അത്രയ്ക്ക് അങ്ങോട്ട് കിട്ടൂല. ഇപ്പം ഞാനിതിൽ മധുരം നോക്കിയപ്പോൾ മധുരം കുറവാണ്. അപ്പം ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂണും കൂടി പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പൊടിച്ചെടുത്ത പഞ്ചസാര മുഴുവനും ഇതിലേക്ക് ആവശ്യം വന്നിട്ടില്ല, ഒരു 1.5 ടേബിൾ സ്പൂൺ കൂടി ബാക്കിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് എത്രയാണോ മധുരം വേണ്ടത് എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ മാവ് കുഴച്ചെടുക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കയ്യിലാക്കി കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി. ഞാനെടുത്ത് ചക്കച്ചുള അരച്ചെടുത്തപ്പോൾ എനിക്ക് 250 ml കപ്പിൽ 1/4 കപ്പ് പേസ്റ്റാണ് കിട്ടിയത്. അപ്പോൾ അത് ഞാനെടുത്ത പൊടിയിലേക്ക് കറക്റ്റ് ആയിരുന്നതുകൊണ്ട് പിന്നെ എനിക്കിതിലേക്ക് പൊടികളൊന്നും ചേർത്ത് കൊടുക്കേണ്ടി വന്നിട്ടില്ല. ഇനി നിങ്ങളെടുക്കുന്ന ചക്ക ഇതിലും കൂടുതലാണെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് മൈദപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഈ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഞാനിതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ്. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ 1 മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ ഇതിലും നന്നായിട്ട് കിട്ടും. ഇപ്പം ഞാനിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് 1/2 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മാവ് ചപ്പാത്തിക്കോല് വെച്ച് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടെക്സ്ചറിൽ കിട്ടിയാലേ നമുക്കിത് പരത്തിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ കുഴച്ചെടുക്കുമ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ കുഴച്ചെടുക്കുക കേട്ടോ. ഇനി ഞാനിത് പരത്തിയെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് 2 പാർട്ടായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്.
കട്ട് ചെയ്തതിന് ശേഷം ഒരു ഭാഗം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് മറ്റേ ഭാഗം കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്ത് ഇതുപോലെ പരത്തിയെടുക്കുക. പഞ്ചസാര ചേർത്ത് കൊടുത്തതുകൊണ്ട് പരത്തിയെടുക്കുമ്പോൾ ചെറുതായിട്ടൊരു ഒട്ടലൊക്കെ ഉണ്ടാവും. അതത്ര കാര്യമാക്കൊന്നും വേണ്ട. എന്നാൽ പരത്തിയെടുക്കാൻ പറ്റാത്ത വിധത്തിൽ ഒട്ടലുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ചപ്പാത്തിക്കോല് തടവി കൊടുത്ത് പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഇതൊരുപാട് അങ്ങോട്ട് പരത്തിയെടുക്കൊന്നും വേണ്ടട്ടെ. ഈ ഒരു തിക്നെസ്സിലാണ് പരത്തിയെടുക്കേണ്ടത്. പരത്തിയെടുത്തതിന് ശേഷം ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ ഒരു കുപ്പിയുടെ അടപ്പോ എന്തെങ്കിലും വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുക്കുമ്പോൾ ഗ്ലാസ്സിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഗ്ലാസിൻ്റെ വക്കിൽ കുറച്ച് മൈദപ്പൊടി ഇതുപോലെ ആക്കി കൊടുക്കുക. എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ പരത്തിയെടുത്ത് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ എല്ലാം ഒരേ തിക്നെസ്സിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാനും എളുപ്പമാണ്. എല്ലാം ഒരേപോലെ വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒരു ഭാഗം ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാനിൽ ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. എണ്ണയിലേക്ക് ഇത് ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം മീഡിയത്തിൽ വെക്കുക. എണ്ണയിലേക്ക് ഇത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇത് എണ്ണയുടെ അടിയിലാണ് കിടക്കുക. കുറച്ച് കഴിഞ്ഞാൽ ഇത് മുകളിലേക്ക് പൊങ്ങി വരും. അപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക കേട്ടോ. എന്നാലേ ഇതിൻ്റെ ഉൾഭാഗം വെന്ത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇതിൻ്റെ പുറം ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. ഉൾഭാഗം വെന്ത് കിട്ടില്ല. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇതൊരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും പെട്ടെന്ന് കുക്കായി കിട്ടും. ഇപ്പോൾ ഇതിൻ്റെ 2 വശവും നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും എടുത്ത് മാറ്റാം. എണ്ണയിൽ നിന്നും ഇത് കോരിയെടുക്കുന്ന സമയത്ത് ഫ്ലെയിം മീഡിയത്തിൽ വെക്കണം കേട്ടോ. അല്ലെങ്കിൽ ഈ സ്നാക്ക് നന്നായിട്ട് എണ്ണ കുടിക്കും. അപ്പോൾ ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്തും എണ്ണയിൽ നിന്ന് കോരിയെടുക്കുന്ന സമയത്തും ഫ്ലെയിം മീഡിയത്തിൽ വെക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പം ഞാനിതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ളതും ഇതേപോലെ ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഇപ്പം ഞാനിതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പഴുത്ത ചക്ക കൊണ്ട് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണിത്. ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ ചക്ക കഴിക്കാത്ത കുട്ടികൾക്ക് പോലും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. ഇതിൻ്റെ പുറമെ നല്ല ക്രിസ്പിയും ഉള്ളു നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ പഴുത്ത ചക്ക കൊണ്ട് ചക്ക ഹൽവ, ചക്ക കേക്ക്, ചക്ക ഐസ്ക്രീം, ചക്ക ഷേക്ക് തുടങ്ങിയ ഒരുപാട് റെസിപ്പീസ് ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതുതായി ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസുമായി വീണ്ടും വരാം. താങ്ക് യു.